ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നതിന് തെളിവ് ലഭിച്ചു. പോറ്റിയും തന്ത്രിയും SIT ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. തന്ത്രിയുടെ വീട്ടിൽ SITയുടെ പരിശോധന തുടരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിലാണ് പരിശോധന. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിലേക്ക് മാറ്റി. വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സനസയും ഫൈസലും സുനിൽ ഐസക്കും ചേരുന്നുണ്ട്. ആദ്യം ഫൈസലിലേക്ക്. ഫൈസൽ, തന്ത്രിയുടെ വീട്ടിലെ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SITക്ക് ഇനിയും എത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വീട്ടിൽ നിന്ന് എന്തെങ്കിലും രേഖകൾ SITക്ക് പരിശോധനയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? തന്നെ ഏതായാലും പരിശോധന ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. രണ്ടരയോടെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള SITയുടെ സംഘം, തിരുവനന്തപുരത്തെ DYSPയുടെ നേതൃത്വത്തിലുള്ള SIT സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ ചെങ്ങന്നൂരിലെ താഴ്മൺ മഠത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പുറത്തെ ഗേറ്റ് പൂട്ടിയും അതുപോലെ തന്നെ അകത്തേക്കുള്ള വാതിലടച്ചും തീർത്തും രഹസ്യമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ശേഖരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിലുള്ളത് മകളും ഭാര്യയും അതുപോലെ മരുമകളും അടങ്ങുന്ന കുടുംബമാണ് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ഉള്ളത്. ഇവരിൽ നിന്നാണ് പ്രധാനമായും വിവരങ്ങൾ തേടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് SIT കണ്ടെത്തിയതും അതുപോലെ തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുകൂടിയുള്ള പരിശോധന നടക്കും. ഏതായാലും ശക്തമായ പോലീസ് സുരക്ഷ ഈ വീട്ടിൽ ഉണ്ട്. മറ്റ് ആരെയും അകത്തേക്ക് കടത്തി വിടുന്നില്ല. അതുപോലെ ഈ കുടുംബത്തിൽ നിന്നുള്ള കുറച്ചു പേർ നേരത്തെ ഒന്നെങ്കിലും അവരെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. അത്രയും രഹസ്യമായാണ് ഇത്തരത്തിൽ പരിശോധന ഈ വീട്ടിനകത്ത് നടത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും, പരിശോധന സംബന്ധിച്ചുള്ള കാര്യമായ അകത്ത് എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഏതായാലും SITയുടെ പരിശോധന ഇപ്പോൾ 1.5 മണിക്കൂറായി ഇപ്പോൾ വീട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നില എങ്ങനെയാണ്? തന്ത്രിയുടെ നേരത്തെ ജനറൽ ആശുപത്രിയിലായിരുന്നു, അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ICUവിലേക്ക് മാറ്റി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരാവസ്ഥയുണ്ടോ? അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രതിസന്ധിയിൽ തന്നെയാണ് ഇത്തരത്തിൽ തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊന്നും കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്ത്രിയെ ICUവിലേക്ക് മാറ്റി എന്ന ഒരു വിവരമാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ഹൃദയമായിട്ട് ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ചെറിയ വേരിയേഷനുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം വേണ്ട ഒരു സാഹചര്യത്തിൽ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിൽ വെക്കാൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിൽ മാറ്റിയത് എന്ന ഒരു നിഗമനത്തിലാണ് എത്തുന്നത്. അത്തരത്തിലാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടാതെ തന്നെ ഇന്നലെ രാത്രിയോടെ ആയിരുന്നു കരമന സ്പെഷ്യൽ ജയിലിലേക്ക് തന്ത്രിയെ മാറ്റുന്നത്. ഇന്ന് രാവിലെ ഭക്ഷണം നൽകാൻ ചെന്നവരോടാണ് തനിക്ക് തലകറക്കവും അതുപോലെ തന്നെ മേലുവേദന അടക്കമുണ്ടെന്ന് തന്ത്രി പറയുന്നത്. കരമന ജയിലിൽ ഇത്തരത്തിൽ ആശുപത്രി സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു ഡോക്ടർ വന്ന് പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് കുഴപ്പമൊന്നുമില്ല എന്ന തരത്തിൽ ഡോക്ടർ പറഞ്ഞെങ്കിലും വീണ്ടും തന്ത്രിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഡോക്ടറെ കാണാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ECGയിൽ അടക്കം മറ്റ് വേരിയേഷനുകളൊന്നും കാണിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഡ്രോപ്പ് ടെസ്റ്റിലേക്ക് മുന്നോട്ട് പോയത്. ഡ്രോപ്പ് ടെസ്റ്റിലാണ് ചെറിയൊരു വേരിയേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ തന്ത്രിയുടെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരീക്ഷിക്കുകയാണെങ്കിൽ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള വ്യക്തിയാണ്. മുൻപും ഇത്തരത്തിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ചെറിയ വേരിയേഷന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടേഴ്സിന്റെ ഒരു നിർദ്ദേശം തേടിയതായിട്ടും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഡ്രോപ്പ് ടെസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ
വേരിയേഷൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവിടെ കാർഡിയോളജി വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിശോധനയിലാണ്, നിരീക്ഷണത്തിലാണ് ഇപ്പോൾ തന്ത്രിയുള്ളത്. നിലവിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ അവസ്ഥയല്ല, പക്ഷേ നിരീക്ഷണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. ജനറൽ ആശുപത്രിയിലേക്കാണെങ്കിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും നടന്നു തന്നെയാണ് തന്ത്രി പോയിട്ടുള്ളത്. പക്ഷേ കാലിലൊക്കെ നീര് വന്നതായിട്ട് ഡോക്ടർമാർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. നിരീക്ഷണത്തിലായതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ചെറിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. പ്രതിസന്ധിയിൽ തന്നെയാണ് അന്വേഷണം എന്നും പറയാം. ധന്യ.